കാസർഗോഡ് കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി കുട്ടിയെ സംരക്ഷിച്ച ജോർജ് രംഗത്ത് വന്നു. പെൺകുട്ടിക്ക് വധഭീഷണിയുണ്ടെന്ന് ജോർജ് 24 പറഞ്ഞു. പീഡന വിവരം പോലീസിനെ അറിയിച്ച തനിക്കെതിരെയും ഭീഷണി വരുന്നുവെന്നാണ് ജോർജ് പറയുന്നത്. ജോർജിന്റെ വാക്കുകളിലേക്ക്. വിനോദ് എന്ന് പറഞ്ഞവൻ്റെ പേരാദ്യം പറഞ്ഞത്, അവൻ്റെ പേര് കൊടുത്തു കഴിയുമ്പോഴാണ് പിന്നെ ഈ പെണ്ണ് വിനു ഉണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് DSPയുടെ അടുക്ക ചെന്നിട്ടാകുമ്പോഴത്തേനും DSPയുടെ പെണ്ണ് പറഞ്ഞു ഈ സബാഷ് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടെന്ന്. ഭീഷണി ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു, പെണ്ണിനും ഉണ്ടായിരുന്നു. ഞാൻ കൊല്ലും, പെണ്ണിനെയും കൊല്ലും, പുറത്തിറങ്ങിയ പ്രശ്നമായ ഒന്നേ തീരും, ഉറപ്പായിട്ടും കൊല്ലുമെന്നും പറഞ്ഞൊക്കെയാണ് ഭീഷണി ഉണ്ടായിരുന്നത്. മൊഴിയിലെടുത്ത് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ SP സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയാക്കും, അത് നിങ്ങൾ കൊണ്ടേ ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി തായന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വല്യച്ഛനും വല്യമ്മയും ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് അവിടെ കൊണ്ടുപോയാക്കി. 2012 കൂട്ടബലാത്സംഗത്തിലെ അമ്പലത്തറ സ്വദേശിയായ പെൺകുട്ടിയെ കാണാതാവുന്നത്. അപ്പോൾ ഈ കുട്ടിയെ സംരക്ഷിച്ചത് ഈ ജോർജ് ആണ്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തത്സമയം ശരിയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN 2012 മുതൽ കാസർഗോഡ് ജില്ലയിൽ എല്ലാവരും ചോദിക്കുന്ന ഈ കുട്ടി എവിടെ എന്നൊരു ചോദ്യം, അത് ഇപ്പോഴും ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കുട്ടിയുടെ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രതികളിലേക്ക് എത്തുന്നു എന്നൊരു സൂചന ലഭിച്ചതോടുകൂടിയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടാനുള്ള ഒരു ഒരുക്കം ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നടത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ജോർജിൻ്റെ വീട്ടിലാണ്, നമ്മളോട് സംസാരിച്ച ജോർജിൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടി ജോലിക്ക് നിന്നിരുന്നത്. ഈ പെൺകുട്ടിയെ സംരക്ഷിച്ചിരുന്നത് ജോർജാണ്. 14 വയസ്സ് മുതൽ ജോർജിൻ്റെ വീട്ടിലെത്തി എന്ന് ജോർജ് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്താണ് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്നത്. അത് ഒടയഞ്ചാൽ സ്വദേശികളായ വിനു, വിനോദ്, സെബാസ്റ്റ്യൻ എന്നിവരുടെ പേരുകളാണ് പെൺകുട്ടിയെന്ന് പോലീസിനോട് പറഞ്ഞത്. അവർ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. ഈ റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പെൺകുട്ടിയെയും ഒപ്പം ഈ കേസ് പരാതി നൽകിയ ജോർജിനെയും ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊലപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു എന്ന് ജോർജ് സമ്മതിക്കുന്നുണ്ട്. ജോർജ് ഇപ്പോൾ ഈ ഒടയഞ്ചാൽ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ വിറ്റ് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക്, കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി ഈ കണ്ണൂർ ജില്ലയിലെ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ആ സ്ഥലം പോലും വെളിപ്പെടുത്താൻ ഈ ജോർജ് തയ്യാറാവുന്നില്ല. കാരണം അത്രത്തോളം ഭയമുണ്ട് ഇവർക്ക്. ഈ പ്രതികളെ സംബന്ധിച്ച് പ്രതികൾ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ്. അവർ ഏതു വിധേനയും തങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പോലീസും ഈ പ്രതികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നാണ് ജോർജ് പറയുന്നത്. ആ കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടി എവിടെയാണ് എന്ന ഒരു ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തത്, പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്തതെന്നും പറയുന്നുണ്ട്. എന്തായാലും SKN 2012 മുതൽ കേസ് പോലീസ് അന്വേഷിക്കുകയാണ്. 2015-16 കാലഘട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. അതിനുശേഷം ഇപ്പോൾ ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോഴാണ് പ്രതികളിലേക്കുള്ള ഒരു സൂചന ലഭിച്ചത്. ഇപ്പോൾ ഇതാ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് ശുപാർശ ചെയ്യുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറക്കൽ.